ഇനി ഞങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചില്ല. നമ്മുടെ കമ്പനിയിൽ നമ്മളൊരു പുതിയൊരു AI ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ AI ചെയ്യാത്തതായിട്ട് ഒരു വർക്കും ഇല്ല. എനിക്ക് തോന്നുന്നത് കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തന്നെ ഈ AI റീപ്ലേസ് ചെയ്യാൻ പോകുന്നതാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ AI, ഓപ്പൺ ക്ലോ എന്നാണ് അതിന്റെ പേര്. ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 2 മണിക്കൂർ 3 മണിക്കൂർ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സെറ്റപ്പ് ചെയ്യാം. ഇതിന്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കാണിച്ചാൽ ഈ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തത് AI ആണ്. AI ആണ് ഈ ഫുൾ വെബ്സൈറ്റ്. ജസ്റ്റ് എന്നോട് വേർഡ്പ്രസിന്റെ യൂസർ നെയിം പാസ്വേഡ് ചോദിച്ചു, ഞാനത് കൊടുത്ത് ഓക്കെ. ഈ ഫുൾ വെബ്സൈറ്റ് AI ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഞാനൊരു വെബ്സൈറ്റിന്റെ ഓഡിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ AHRF അതേപോലെ സ്ക്രീനിങ് ഫ്രോഗ് ഒക്കെ വെച്ചിട്ട് മാനുവലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓഡിറ്റാണ് 2 മിനിറ്റിനുള്ളിൽ ഈ AI എനിക്ക് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് എക്സാക്ട്ലി ഇത് അക്യുറേറ്റ് ഡാറ്റയാണ്. ആൻഡ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാം. വാട്സപ്പിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ചാറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അത് അവർ ചെയ്തോളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ AIനോട് പറയുകയാണ് ഗോ ടു ദ വെബ്സൈറ്റ് ആൻഡ് ക്രിയേറ്റ് എ ബ്ലോഗ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് അത് തന്നെ കണ്ടന്റ് ഉണ്ടാക്കി അത് തന്നെ ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതേപോലെ ക്രിയേറ്റ് എ മെറ്റാ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ API കീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സെർച്ച് കൺസോൾ, അതേപോലെ അനലിറ്റിക്സ്, അതേപോലെ മെറ്റ, ഗൂഗിൾ എല്ലാത്തിൻ്റെ API കീസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് ക്രിയേറ്റ് എ ഗൂഗിൾ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂൾ ഈ ഒരു AI പോയിട്ട് ഡയറക്ട്ലി ഒരു ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യും. SEO ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെബ്സൈറ്റിന്റെ ആക്സസ് മാത്രം കൊടുത്താൽ മതി, യൂസർ നെയിം പാസ്വേഡ്. ഈ AI പോയിട്ട് എന്ത് ചെയ്യും, ഡയറക്ട്ലി SEO ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും വെബ്സൈറ്റിൽ. അതേപോലെ നമുക്കിപ്പോൾ വേറൊരു യൂസ് ചെയ്യാനെ കൊണ്ടുള്ളത് നമ്മളെ ഗൂഗിൾ GMB പ്രൊഫൈൽസ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഗൂഗിൾ റിവ്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ AI പോയിട്ട് റിപ്ലൈ കൊടുത്തോളൂ. നല്ലൊരു കീബോർഡൊക്കെ ആഡ് ചെയ്തിട്ടുള്ള റിപ്ലൈ ഈ ബോട്ട് തന്നെ പോയിട്ട് കൊടുത്തോളൂ, നമ്മളോട് ചോദിക്കുകയും ചെയ്യില്ല. അപ്പോൾ നമുക്കതിൽ സ്ട്രിക്ട്ലി റൂൾ ആഡ് ചെയ്യാണെങ്കിൽ ഇത് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ബട്ട് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാൻ നോക്കിയിട്ട് എങ്ങനെ വെച്ചാൽ നമുക്കിപ്പോൾ ക്ലോഡ് സോണറ്റ് എന്ന് പറയുന്ന ഒരു LLM എന്ന് പറഞ്ഞാൽ ChatGPT ഒക്കെ പോലത്തെ ഒരു മോഡലാണ്, ഒരു AI മോഡലാണ്. ഈ AI മോഡൽ ഇതിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ ഒരു VPSലാണ് ഈ ഓപ്പൺ ക്ലോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മളൊരു VPS സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മാക്ബുക്കിലായാലും ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മേ ബി നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എമൗണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻ്റയർ ടീമിനെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് ഓൺലി 1 മാൻ ഷോ ആയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും.